Alhamdulillah. Alhamdulillah Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. Wa nashhadu anna Muhammadan 'abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما آمن لموسى إلا ذرية من قومه على خوف على خوف من فرعون وملئهم أن يفتنهم وإن فرعون لعال في الأرض وإنه لمن المسرفين. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോട് തുറന്ന് എൻ്റെ സഹോദരങ്ങളോട് ഉപദേശിക്കുന്നു. നാം പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹിജ്റ വർഷത്തിലെ അല്ലെങ്കിൽ ഇസ്ലാമിക കലണ്ടറിലെ 1-ാം മാസം മുഹറത്തിലെ 2-ാം തീയതിയാണ് ഇന്ന്. 1442 ഹിജ്റ വർഷം. വിശ്വാസി സമൂഹം ലോകത്തുടനീളം അവരുടെ ആദർശാടിത്തറയിലുള്ള ജീവിതത്തിൻ്റെ ആരാധനകളുടെ ആഘോഷങ്ങളുടെ ക്രമമായി സ്വീകരിച്ചിരിക്കുന്നത് ഹിജ്റ വർഷമാണ്. ആ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യത്തിൽ അവൻ്റെ ഖൈറും ബർക്കത്തും കാവലും പ്രത്യേകമായി ഈ വർഷത്തിൽ നമ്മുടെ മേൽ അനുഗ്രഹിക്കുമാറാവട്ടെ, വർഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ബനൂ ഇസ്രായേൽ സമുദായമാകുന്ന ഒരു കേവല മുസ്ലിം സമുദായത്തിനകത്തെ വിശ്വാസപരമായ ദൗർബല്യത്തിൻ്റെ ഒരു രംഗം വിശുദ്ധ ഖുർആൻ യഥാവിധി കഥാകഥനം നടത്തിയത് നമ്മൾ കേട്ടു. അങ്ങനെ ഒരു പരാമർശത്തിന്റെ പശ്ചാത്തലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യൻ അവസ്ഥയിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ സാഹചര്യത്തിന് സമാനമായി ഉദാഹരിക്കാവുന്ന, താരതമ്യം ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു സംഭവത്തെ, ഒരു കാലഘട്ടത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയായിരുന്നു എന്ന വസ്തുതയുമായി ബന്ധപ്പെടുത്തിയാണ്. അവർ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് കേവല മദ്രസ വിദ്യാഭ്യാസം നേടിയ നമ്മുടെ കൂട്ടത്തിലെ മുസ്ലിം സമുദായത്തിലെ എല്ലാവർക്കും അറിയാം. നീണ്ട കാലം ആ അനുഭവിച്ച പീഡനത്തെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് وفي ذلكم بلاء من ربكم عظيم
ഇങ്ങനെ ഒരു പീഡാനുഭവത്തിന്റെ ദുരന്തപൂർണമായ കാലം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നതിൽ നിങ്ങളുടെ കൊള്ളരുതായ്മ കൂടി കാരണമായിട്ടുണ്ട്. വഫീദാലിക്കും ബലാവും, ഇങ്ങനെ നിങ്ങൾക്ക് പീഡനങ്ങളുടെ പർവ്വങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നത് ഒരു വലിയ പരീക്ഷണമായിരുന്നു. മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പടച്ചോൻ നിങ്ങൾക്ക് നൽകിയ വലിയ പരീക്ഷണമാണ്. റബ്ബിക്കും അലീം എന്ന ഒരു വിശേഷണം കൂടി പറഞ്ഞിരിക്കുന്നു. അടുത്ത പരീക്ഷണം അല്ലാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ചതാണ്. നിങ്ങൾ അങ്ങനെ പരീക്ഷിക്കപ്പെടാൻ മാത്രം വഷളായി പോയിരുന്നു. ഒരു ലക്ഷണമൊത്ത മുസ്ലിം സമുദായമായി ജീവിക്കേണ്ടതിന് പകരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രഭാഷണത്തിലൂടെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയ കേവലം ഖൗമായി ഒരു ജാതി സമുദായമായി നിങ്ങൾ മാറിയിരുന്നു. അതുകൊണ്ട് യുദ്ധത്തിഹൂന അഭിനാക്കും വയസ്തഹീന നിസാക്കും, നിങ്ങളിലെ ആൺതരികളെ കൊന്നുകളയുകയും പെൺമണികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്ത ആ ക്രൂരമായ പീഡനകാലമില്ലേ, അത് വഫീദാലിക്കും ബലാഉം മിർ റബ്ബിക്കും അലീം, നിങ്ങളുടെ നാഥന്റെ ഭാഗത്തുള്ള കടുത്ത ഒരു പരീക്ഷണകാലം കൂടിയായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ലക്ഷണമൊത്ത ഒരു സമുദായമായി വിശ്വാസം മുറുകെ പിടിച്ചും ആദർശത്തിനനുസൃതമായി ജീവിച്ചു തങ്ങളുടെ ചുമലിൽ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചും മുസ്ലിം സമുദായം മുന്നോട്ട് പോകുന്ന കാലത്ത് മാത്രമേ അവർക്ക് നിലനിൽക്കാൻ അർഹതയും യോഗ്യതയും ലോകത്തിനുള്ളിൽ അംഗീകാരം ഉണ്ടാവുകയുള്ളൂ എന്ന വസ്തുതയെയാണ് ഈ സന്ദർഭങ്ങളും സംഭവങ്ങളും ഒക്കെ നമ്മൾ മുന്നിൽ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത്. അതേ യാഥാർത്ഥ്യത്തെ അടിവരയിട്ട് പറയുന്ന ഒരുപാട് രംഗങ്ങൾ വിവിധ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ ഈ സമുദായത്തിന്റെ കഥ പറയുന്നിടത്ത് അള്ളാഹു വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കടന്നു വന്നതിന് ശേഷം പ്രവാചകനായി നിയുക്തനായ അദ്ദേഹം ആദ്യം പോയത് ഫിറൗനിന്റെ കൊട്ടാരത്തിലേക്കാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോടും സഹോദരൻ മൂസ, സഹോദരൻ ഹാറൂനോടും പറഞ്ഞ നിർദ്ദേശം, നൽകിയ നിർദ്ദേശകൽപ്പന, നിങ്ങൾ രണ്ടുപേരും പോകണം. ഇദ്ഹബാ ഫിറൗൻ, നിങ്ങൾ രണ്ടുപേരും ഫിറൗന്റെ അടുക്കിലേക്ക് ചെല്ലണം. എന്നിട്ട് അവനോട് നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. മൃദുലമായ ഭാഷയിൽ ഹൃദയസ്പർക്കായി മനസ്സിൽ തട്ടുന്ന വിധം അവനോട് സംസാരിക്കണം. ആരോട്? ഫിറൗനിനോട്, കിരാത ഭീകരനായ ഭരണാധികാരിയോട്. ഫാസിസ്റ്റ് സംവിധാനത്തിന് തലതൊട്ടപ്പനായി നിൽക്കുന്ന രാംസസ് രണ്ടാമനോട് നിങ്ങൾ സംസാരിക്കണം. അങ്ങനെ നിങ്ങൾ നേരെ ചൊവ്വേ ഈ സത്യം അവനോട് പറയും. ഒന്നുകിൽ അവന് ഉത്ബോധനം സ്വീകരിച്ചേക്കാം, അങ്ങനെ പടച്ചവനെ ഭയപ്പെട്ടേക്കാം. നല്ല നിലയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ നിർദ്ദേശം പാലിച്ച് അവർ ചെന്നു. താൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞു. എനിക്ക് ലഭ്യമായ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു. തമ്പുരാനെ പരിചയപ്പെട്ടിട്ടുണ്ട്. കയ്യിലുള്ള വടിയും അതിന്റെ അത്ഭുത സ്ഥിതിയും അമാനുഷിക ദൃഷ്ടാന്തം അതും കാണിച്ചു വെച്ചു. ഇതെല്ലാം നാം പഠിച്ചതാണ്. ഫിറൗൻ ചോദിച്ച ഒരു മറു ചോദ്യം, വമൻ റബ്ബുക്കുമായ മൂസ, നീ ഒരു റബ്ബിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും പറയുന്ന ഈ റബ്ബ് ആരാണ് നിങ്ങളുടെ റബ്ബ്? അതിന് വളരെ കൃത്യമായ ഒരു മറുപടി ഈ മാസത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകി. ഞങ്ങളുടെ നാഥൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. സൃഷ്ടിക്കുക മാത്രമല്ല, ആ സൃഷ്ടിവർഗത്തിന് ഭൂമിയിൽ പിന്നെ എങ്ങനെ ജീവിക്കണമെന്ന ശരിയായ ഗൈഡൻസ്, ഹിദായത്ത് നൽകിയവൻ കൂടിയാണ്. ഇത് വളരെ സമഗ്രമായ ഒരുപാട് വിശദീകരിക്കേണ്ടുന്ന ഒരു മറുപടിയാണ്. ആരാണ് നിങ്ങൾ റബ്ബ് എന്ന് നമ്മളോട് ചോദിച്ചാൽ, ഇന്ത്യൻ അവസ്ഥയിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാർ എങ്ങനെയാണ് റബ്ബിനെ പരിചയപ്പെടുത്തുക? മഹാഭൂരിപക്ഷം എതിരാളികളുടെ ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് വർഗീയ ഫാഷിസം അതിന്റെ ഏറ്റവും ഉച്ചിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണാധികാരിയുടെ കൊട്ടാരത്തിനകത്ത് കയറി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഇസ്ലാമിൽ നിങ്ങൾ മുമ്പിൽ വെക്കുന്ന തമ്പുരാൻ ആരെന്ന ചോദ്യത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ മറുപടി റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, സൂറത്ത് തോഹയിലെ 50-ാമത്തെ വചനം. എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും
സൃഷ്ടിക്കപ്പെട്ട ഭൂമുഖത്ത് സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിനും എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകണം, ജീവസന്ധാരണം എങ്ങനെ നടത്തണമെന്ന് കൃത്യമായി വഴി നിർണ്ണയിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് തമ്പുരാൻ. മണ്ണിൽ പിറന്നു വീഴുന്ന ഒരു പശുക്കുട്ടി, ഒരു പക്ഷിയുടെ കുഞ്ഞ്, കടലിൽ പിറന്നു വീഴുന്ന ഒരു മത്സ്യക്കുഞ്ഞ്, ഏതോ ദൂരെ നിൽക്കുന്ന സഞ്ചാരം നടത്തി ദേശാടനത്തിലൂടെ എത്തിപ്പെട്ട് നമ്മുടെ ഏതോ കടലിന്റെ തീരത്ത് മുട്ടയിട്ട് അതിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ പിന്നെ അമ്മയെ തേടി പോകുന്ന സഞ്ചാരഗതി ഉൾപ്പെടെ 8000 കിലോമീറ്റർ അപ്പുറത്ത് സഞ്ചരിച്ചു വന്ന ഒരു ദേശാടന പക്ഷി കേരളത്തിന്റെ ഏതോ കരയിൽ നിന്ന് അതിന്റെ കുഞ്ഞുങ്ങൾ പിന്നീട് അതേ സ്ഥലത്തേക്ക് അമ്മയേക്കാൾ മുമ്പേ സഞ്ചരിക്കുന്ന ഗതി നിർണ്ണയിച്ചു കൊടുത്ത ഗൈഡൻസ് നൽകിയ തമ്പുരാൻ, ആ തമ്പുരാണ് ഞങ്ങളുടെ റബ്ബ് എന്നാണ്. ഈ വർത്തമാനത്തിന് മുമ്പിൽ ഒന്നും പറയാനാവാതെ പരിഹാസ്യോക്തിയോടുകൂടി ഫിറൗൻ എഴുന്നേറ്റ് നിന്നു. സംഭവത്തിന്റെ വിശദീകരണം തൽക്കാലം വിടുന്നു. നാം ഉദ്ദേശിക്കുന്ന വസ്തുവിലേക്ക് സദസ്സ് വരുന്നതിന് വേണ്ടി തന്റെ കയ്യിലെ വഴിയും കാണിച്ചു കൊടുത്തു. മായാജാലമാണ്, മന്ത്രമാണ്, അതുകൊണ്ട് എന്റെ അടുക്കൽ ആളുകളുണ്ട്. തീയതി തീരുമാനിക്കുന്നു, സദസ്സ് തീരുമാനിക്കുന്നു, വേദി തീരുമാനിക്കുന്നു, പ്രഖ്യാപനം നടക്കുന്നു. മായാജാലക്കാർ ഒരു ഭാഗത്ത് ഒത്തുകൂടുന്നു, മറുഭാഗത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും. മത്സരം നടന്നു. കഥകൾ നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ നിലത്തിട്ട വടി അവരുണ്ടാക്കിയ സകല മന്ത്രതന്ത്ര ജാലവിദ്യകളെയും തകർത്ത അവസ്ഥാവിശേഷവും നാം കേട്ടിട്ടുണ്ട്. അവിടെ വെച്ച് ആ മായാജാലക്കാരായ അവിടുത്തെ പ്രഗത്ഭരായ സാഹിത്യങ്ങൾ, അവരാണ് അവിടുത്തെ ഏറ്റവും മജീഷ്യന്മാർ. അത് കേവലം ആർട്ട് എന്നൊരു മജീഷ്യൻ പ്രോഗ്രാം ആയിരുന്നില്ല. അവർ ജനങ്ങളെ പറ്റിച്ചിരുന്നതും അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചിരുന്നതും ഇങ്ങനെ ചില തന്ത്രങ്ങൾ കാണിച്ചിട്ടായിരുന്നു. അവരെല്ലാം അമ്പെ പരാജയപ്പെട്ടു. ആ മായാജാലക്കാർ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ച ആ കൂട്ടരുടെ നേരെ ഫിർഔൻ കലിതുള്ളി. എന്റെ അനുവാദം കിട്ടുമ്പോൾ നിങ്ങൾ വിശ്വാസികളായി അല്ലേ, വെച്ചേക്കില്ല നിങ്ങളെ. കൈകാലം വിപരീതമായി ക്ഷണിച്ച് കളയും. വലത് കൈ വെട്ടിയാൽ ഇടത് കാല് വെട്ടും, ഇടത് കൈ വെട്ടിയാൽ വലത് കാല് വെട്ടും. എന്നാലും വിടില്ല. കുരിശിലേറ്റ് ഇഞ്ചിഞ്ചായി മരിക്കുന്ന കാഴ്ച ഈജിപ്തിലെ മനുഷ്യർ കാണട്ടെ എന്നിങ്ങനെ പ്രഖ്യാപിച്ചു. കൊന്നുകളയുമെന്ന വിശ്വാസികളായ ഈ ആളുകളെ കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക. കേവല മതവിശ്വാസം കൊണ്ട് നടക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം സമുദായം പഠിക്കേണ്ട ഒരു പാഠം അവിടെയുണ്ട്. ഇന്നത്തെ ഖുത്ബയുടെ ഊന്നൽ അതാണ്. അവര് തൊട്ട് മുമ്പത്തെ നിമിഷം ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. കുറെ കാലമായി ഇസ്ലാമിൽ വരുന്ന തലമുറയിൽ പിറന്നതല്ല. വേദഗ്രന്ഥം പാടി ആ പാരായണവും തക്ബീറിന്റെ ധ്വനികളും തഹ്ലീലിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധ്വനിയും പാട്ടായി കേൾപ്പിച്ച് തൊട്ടിൽ കടത്തി വളർത്തിയെടുത്ത മക്കളായിട്ട് വളർന്നവരുമല്ല. അവർ കഴിഞ്ഞ നിമിഷം ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. തങ്ങളുടെ മുമ്പിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെളിപ്പെട്ട ഈ വസ്തുത ഇത് മനുഷ്യ സാധ്യമായ സംഗതിയല്ല. ഇത് സമാവിയാണ്, തമ്പുരാനാണ്. അള്ളാഹുവിന്റെ ഒരു കഴിവ് പ്രവാചകൻ മൂസയുടെ കരങ്ങളിലൂടെ തമ്പുരാൻ വെളിപ്പെടുത്തിയതാ. കാരണം ഇത് മനുഷ്യ സാധ്യമായ മനുഷ്യന്റെ കഴിവിൽപ്പെട്ട മാജിക് അല്ല. ഇത് അതിനപ്പുറത്തുള്ള ആയാത്താണ്, ദൃഷ്ടാന്തമാണ്. ഇത് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാവരും ആമന്നാ ബിറബ്ബി മൂസ വ ഹാറൂൻ, ഞങ്ങൾ മൂസയുടെയും ഹാറൂന്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഈ നിമിഷം ഇസ്ലാം പ്രഖ്യാപിച്ച കൂട്ടരോടാണ് ഫിറൗൻ പറഞ്ഞത് കൊന്നുകളയും, വെച്ചേക്കില്ല, കൈകാലുകൾ ഛേദിക്കും, പിന്നെയോ എന്നാലും വിടില്ല, കുരിശിൽ ഏറ്റിയിട്ട് നിങ്ങൾ അങ്ങനെ പിടഞ്ഞു മരിക്കുന്ന ജനങ്ങൾ കാണട്ടെ. അപ്പോൾ ഈ കൂട്ടർ പറഞ്ഞ വർത്തമാനം വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്ന സൂറ ത്വാഹയിൽ ഫഖദി മാ അൻത ഖാദ്, നിനക്ക് എന്ത് വേണമെങ്കിലും വിധിക്കാം. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്ത് മാത്രമല്ലേ നീ വിധി തീർപ്പാക്കൂ. ഇവിടെയല്ലേ നിന്റെ അധികാരവും കോടതിയും, ഇവിടെയല്ലേ നിന്റെ ആളുകളിൽ കൈവശം വെച്ച പട്ടാളവും പോലീസും, ഇവിടെയല്ലേ നിന്റെ അഹന്തയും അഹങ്കാരവും ഹുങ്കും ധിക്കാരവും നടക്കുകയുള്ളൂ. അഥവാ ഞങ്ങൾ ഇതിനപ്പുറത്തൊരു ലോകത്തെ മുമ്പിൽ കാണുന്നവരാണ്. ഞങ്ങൾ അതിനപ്പുറത്ത് ഒരു സമ്മാനത്തെ പ്രതീക്ഷിക്കുന്നവരാണ്. ഞങ്ങൾ അതിനപ്പുറത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ മരിക്കുക എന്നത്, കൊല ചെയ്യപ്പെടുന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് നിനക്ക് വേണ്ടത് ചെയ്യാമെന്നാണ്. സഹോദരന്മാരെ, ഈ സന്ദർഭത്തെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. ഇനി ഓതി വെച്ച മുഖദ്ദിമയിലെ ആയത്തിലേക്ക് വരിക. സൂറ യൂനുസിലെ 83-ാമത് വചനം. ഫിറൗന്റെ കൊട്ടാരത്തിൽ നിന്നും ഈ സംഭവത്തിന് ശേഷം മൂസ നബി എങ്ങോട്ട് പോയി? അദ്ദേഹം തെങ്ങ് ജനതയിലേക്ക് പോയി.
ആരായിരുന്നു ആ ജനത? അത് അവിടുത്തെ മുസ്ലിം സമുദായം, ബനൂ ഇസ്രായേൽ മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഇത് ഒരു ദിവസം കൊണ്ട് നടന്നതല്ല. കൊട്ടാരത്തിൽ വരുന്നു, ഇസ്ലാം കേൾപ്പിക്കുന്നു, സംവാദങ്ങൾ നടക്കുന്നു, അമാനുഷ ദൃഷ്ടാന്തം കാണിക്കുന്നു, ഡേറ്റ് തീരുമാനിക്കുന്നു, ജനങ്ങളെ വിളിച്ചുകൂട്ടുന്നു, ദിവസങ്ങളുണ്ട്. വേദി വെച്ച് കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ഇവർ വിശ്വാസം സ്വീകരിക്കുന്നു, ഫിർഔൻ ശിക്ഷ പ്രഖ്യാപിക്കുന്നു, അവർ പിടികൂടപ്പെടുന്നു. ഇതൊക്കെ നടക്കാതെ ഇതൊക്കെ ഈ കൗം അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സമുദായം അറിയുന്ന പോലെ തന്നെ ഇതിലെ ഭരണാധികാരികൾ അറിയുന്നു, രാഷ്ട്രീയക്കാരൻ അറിയുന്നു, സാധാരണക്കാരൻ അറിയുന്നു, പണ്ഡിതൻ അറിയുന്നു, പാമരൻ അറിയുന്നു. ഇതുപോലെ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ സംഭവത്തിന് ശേഷം തന്റെ സമുദായത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹു വിശ്വസിക്കണം. ആരോടായി പറയുന്നത്? മുസ്ലിമീങ്ങളോട്. നിങ്ങൾ തമ്പുരാൻ ഉറച്ച വിശ്വാസമുള്ളവരാകണം. നിങ്ങൾ ഈ ആദർശത്തിന്റെ കൂടെ നിൽക്കണം. അള്ളാഹു നിങ്ങളുടെ മോചനത്തിനായി എന്നെ വിട്ടതാ. ഒരു ഭാഗത്ത് അടുത്ത മഹാഭൂരിപക്ഷത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനമാകുന്ന ദഅവത്ത് നിർവഹിക്കുന്ന ദാഇയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മറുഭാഗത്ത് ഈ കൗമിനെ, മുസ്ലിം സമുദായത്തെ വിമോചിപ്പിക്കുന്ന വിമോചകനാണ്. പ്രബോധകനും വിമോചകനുമായി ഒരു പ്രവാചകൻ ബന്ധപ്പെട്ടുക എന്നത് ഒരു കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ കാലഘട്ടത്തിന്റെ കുഴപ്പം, ഇവിടെ പ്രബോധകനായിട്ട് പ്രവാചകനില്ല. ഉണ്ടെങ്കിൽ ഈ മഹാഭൂരിപക്ഷത്തെ ഇപ്പോൾ ഘട്ടം ഘട്ടമായി ഫാഷിസ്റ്റ് വൽക്കരിക്കുന്ന സമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഒരു പ്രവാചകന്റെ കൂടെ നമുക്ക് നിൽക്കാമായിരുന്നു. ഈ മുസ്ലിം സമുദായത്തെ രക്ഷിക്കാൻ വിമോചകനായിട്ടൊരു പ്രവാചകനില്ല. ഇത് രണ്ടുമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ. ഇനി ഒരു പ്രവാചകൻ വരാനില്ല എന്നറിയാം. പിന്നെ ആര് പണി ചെയ്യാൻ ഈ സമുദായം ചെയ്യണമെന്ന് സമുദായത്തിലെ ഉലമാക്കൾക്ക് അറിയാം, ഉമറാക്കൾക്ക് അറിയാം, കുറെയൊക്കെ വഴങ്ങും മുഴുവൻ കേൾക്കുന്ന സാധാരണക്കാരും അറിയാം. പക്ഷെ ആര് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആരൊക്കെയോ ചെയ്യട്ടെ എന്ന് നമ്മൾ ആരൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നു എന്നതിനപ്പുറത്ത് മറുപടിയില്ല. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന മഹാഭൂരിപക്ഷത്തിന് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ വ്യവസ്ഥാപിതമായി മുസ്ലിം സമുദായം കൂട്ടായി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന രീതിശാസ്ത്രമില്ല. എന്നാൽ ഈ മുസ്ലിം സമുദായത്തെ രക്ഷിക്കാൻ വിമോചന പ്രവർത്തനത്തിനോ അതിലും ഈ സമുദായം ഒന്നിച്ചില്ല. ഇതാണ് ഇന്ത്യൻ അവസ്ഥയിലെ മുസ്ലിം സമുദായത്തിന്റെ ദുരന്തം. ഈ ദുരന്തത്തിന്റെ ഒരു മറുവശം വായിക്കാൻ പറ്റും. ഈ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ മുസ്ലിം സമുദായത്തോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കണം, ഞാൻ നിങ്ങളിലേക്ക് വന്ന പ്രവാചകനാണ്, നിങ്ങളുടെ വിമോചകനാണ്. എന്റെ ദൗത്യം നിർവഹിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിയുന്ന സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ ഈ അള്ളാഹു ഉറച്ച വിശ്വാസമുള്ളവരായി തീരണമെന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചില്ല. ഇല്ലാ ദുർരിയ്യത്തൻ മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരല്ലാതെ. സഹോദരന്മാരെ, ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം. ഈ ഖൗമിൽ നിന്ന് ഈ പ്രവാചകനെ വിശ്വസിക്കാൻ രംഗത്ത് വന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാർ മാത്രം. ദുർരിയ്യത്ത് എന്ന ഈ പ്രയോഗത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീറിൽ വഹുൽ ശബാബ്, അവർ യുവാക്കളായി അടിക്കരയിട്ട് പറഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടം യുവാക്കൾ, അവർ മാത്രമേ വിശ്വസിക്കാൻ തയ്യാറുള്ളൂ. ബാക്കിയുള്ളവർ പേടിച്ചു. എന്താ കാരണം? മൂസായുടെ കൗമിൽ നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ മാത്രമേ വിശ്വാസികളായുള്ളൂ. കാരണം ഫിർഔന ഭയമായിരുന്നു അവർക്ക്. ആർക്ക്? മുസ്ലിമീങ്ങൾ. ആരെ ഭയം? ഫിർഔന ഭയം. അള്ളാഹുവിനേക്കാൾ ഭയക്കുന്നത് ഫാഷിസ്റ്റുകളായി പോകുന്ന, തമ്പുരാനേക്കാൾ ഭയക്കുന്നത് ഈ ഭീകരന്മാരെയായി പോകുന്ന, തമ്പുരാനേക്കാൾ മുൻഗണന കൊടുക്കുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്കായി പോകുന്ന, തമ്പുരാനേക്കാളും മരണത്തെക്കാളും ജീവിതത്തെ സ്നേഹിക്കുന്നവരായി പോകുന്ന ഒരു സമുദായമായിരുന്നു അവർ. അതുകൊണ്ട് അവർക്ക് പറ്റിയില്ല ആരുടെ കൂടെ നിൽക്കാൻ? മൂസായുടെ കൂടെ നിൽക്കാൻ. ആര് നിന്നു? നേരത്തെ നമ്മൾ കേട്ട സാഹിര്യങ്ങൾ നിന്നു. അവിടുത്തെ മായാജാലക്കാരും മന്ത്രവിദ്യക്കാരും ഉടനെ വിശ്വാസം സ്വീകരിച്ചു. ഫിറൗന്റെ മുഖത്ത് നോക്കി, നീ പോടാ എന്ന രീതിയിൽ നിനക്ക് എന്ത് വേണമെങ്കിലും വിധിക്കാം, ഞങ്ങൾക്കത് പ്രശ്നമല്ല എന്ന് മുഖത്ത് നോക്കി അവർ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഇസ്ലാമിലേക്ക് വന്നവർ. എന്നാൽ പാരമ്പര്യമായി ഇസ്ലാമിൽ ജീവിച്ച്, ഇസ്ലാമിൽ ജനിച്ച് പള്ളിയും പാരമ്പര്യവുമായി നടക്കുന്ന ഈ പാരമ്പര്യക്കാരോട് അവർക്ക് പറ്റിയില്ല, അവർക്ക് ഭയമായി. അതുകൊണ്ട് അവര് വിശ്വാസം സ്വീകരിച്ച് മൂസയുടെ കൂടെ നിൽക്കാൻ തയ്യാറായില്ല. ഫിറഔനും അവന്റെ ആളുകളും തങ്ങളെ കുഴപ്പത്തിലാക്കി കളയുമോ എന്ന് പേടിച്ചിട്ട് അവർ രംഗത്ത് വന്നില്ല, രംഗത്ത് വരില്ല. ഇന്നത്തെ സമുദായം വരില്ല. ഈ പറയുന്ന നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഹജ്ജിന്
പേടിയാണ് പേടി. ആരെയാണ് പേടി? അല്ലാഹുവിനെയല്ല. ആരാണ് സ്നേഹം? ദീനിനോടല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഒരു കാലഘട്ടത്തിലും അന്ന് മുസ്ലിം സമുദായം ചപ്പുചണ്ടികളെ പോലെ അടിക്കുളത്തിൽ ഒഴുകുന്ന ചപ്പുചണ്ടികളെ പോലെയായിരുന്നു. ഒരു കാലഘട്ടം റസൂലുള്ളാഹി വീണ്ടും പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് വിളമ്പി വെച്ച ഭക്ഷണ തളിക നോക്കി വിശപ്പ് പിടിച്ചവൻ ഓടി വരുന്നത് പോലെ നിങ്ങൾക്ക് നേരെ ഇസ്ലാമിക ശത്രുക്കൾ വരും. സഹാബത്ത് ഞെട്ടി. അവർ അജയ്യരായി ഇസ്ലാമിന്റെ മാർഗേണ ഒരുപാട് കാലത്തെ ത്യാഗം സഹിച്ച് ഒടുവിൽ അജയ്യരായി നിൽക്കുന്ന മദീനയിൽ ചുറ്റുപാടുള്ള ആളുകൾ ഇസ്ലാമിന് വിധേയപ്പെട്ട് ഇസ്ലാമിന്റെ സന്ദേശം അതിർത്തിക്കപ്പുറത്തേക്ക് പരന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു കാലം വരും അന്ന് നിങ്ങൾക്കെതിരെ ഇസ്ലാം ശത്രുക്കൾ പാഞ്ഞെടുക്കും. അപ്പൊ ചോദിച്ചു പ്രവാചകരെ, അവൻ ഇല്ലത്തിനായ റസൂലുള്ളാഹി, ഞങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമായിരിക്കും. കുറച്ചു പേരാണെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കാം. ചൈനയിൽ ഇപ്പോൾ ഉയ്ഗൂർ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് പോലെ, റഷ്യയിൽ താർക്കാരി മുസ്ലിം അനുഭവിക്കുന്നത് പോലെ, അങ്ങനെ ഒരുപാട് ലോകത്ത് നടക്കുന്നുണ്ടല്ലോ. ഒരുപാട് മുസ്ലിങ്ങൾ ദിനേന കൊല ചെയ്യപ്പെടുന്നുണ്ട്. അറബി തമ്പുരാക്കന്മാരുടെ അരമനകളിൽ യഹൂദ പെണ്ണുങ്ങൾ വാഴുന്നതിനാൽ UAE-യും സൗദിയും ഉൾപ്പെടെ തമ്പുരാക്കന്മാർ അടങ്ങാത്തത് കൊണ്ടും കൂടെ നിന്നത് കൊണ്ടും ഫലസ്തീന്റെ മണ്ണിൽ മുസ്ലിങ്ങൾ അനുദിനം കൊല ചെയ്യപ്പെടുന്നത് പോലെ ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നോ ഇറങ്ങിയ ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് അതിന്റെ പുണ്യം നേടി നിസ്കരിച്ച് ഓതി മടക്കി വെക്കുന്ന ഒരു സമുദായത്തിന് ജീവിക്കാൻ കഴിയില്ല. ആർജവത്തോടെ ചരിത്രം ഖുർആൻ അനുസരിച്ച് വായിക്കുന്നവർക്ക് മാത്രമേ കരുത്തോടെ മരണത്തെ മുഖാമുഖം കാണാൻ കഴിയൂ. ഇത് സംഭവിക്കും. അവിടെ ഇവർക്ക് പേടിയാണ്. തിരുനബി പറഞ്ഞില്ലേ, എണ്ണ കുറവായതുകൊണ്ടല്ല, വലാത്തിനും കസ്തീറും നിങ്ങൾ ധാരാളം ഉണ്ടാകും. ഇന്ന് വല്ല കുറവുണ്ടോ എണ്ണത്തിൽ? ക്രമത്തിലങ്ങ് എണ്ണിയാൽ അതിന്റെ ഇസ്ലാം എത്ര കണ്ട് ശരിയുണ്ട് ശരിയില്ല. ഇന്ന് അറിയപ്പെടുന്ന മുസ്ലിം ലോകങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ എത്രമാത്രം ഇസ്ലാം അല്ല എന്നത് വേറൊരു വിഷയമാണ്. പക്ഷെ എണ്ണുമ്പോൾ 50-ലേറെ സാധനങ്ങളുണ്ട്. 50-ലേറെ എണ്ണമുണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. എണ്ണത്തിൽ അതിന്റെ അകത്ത് എന്നത് വേറെ പഠിക്കുന്ന വിഷയമാണ്. അപ്പൊ നിങ്ങൾ കുറെ ഉണ്ടാകും. പക്ഷെ അസാബഹുൽ വഹൻ, ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തെ വഹിനെ പിടികൂടും ദൗർബല്യം. എന്ത് ദൗർബല്യമാണ് പ്രവാചകരെ ഞങ്ങളെ പിടികൂടുക? സഹാബത്തിന്റെ ചോദ്യം നിഷ്കളങ്കമായ ചോദ്യം. റസൂലുള്ളാഹി പറഞ്ഞു, ഹുബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോട് ഭയങ്കര സ്നേഹം. ജീവിക്കണം ജീവിക്കണം ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലത്തെ ജീവിതം, എല്ലാവരെക്കാളും മീതയായിരിക്കണം, എല്ലാ വിഭവങ്ങളും വേണം. അങ്ങനെ അതിനു വേണ്ടി മനുഷ്യർ ദുനിയാവിനെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായം മാറും. അത് സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? അതിന്റെ അടുത്ത ഭാഗം താനേ സംഭവിക്കും. അതുണ്ടായാൽ ഇതുണ്ടാകും. ദുനിയാവിനോട് നിങ്ങൾക്ക് പ്രേമം കൂടുമ്പോൾ മരിക്കാൻ പേടിയായിരിക്കും. മരിക്കാൻ പേടിയുള്ള മുസ്ലിം ജീവിക്കാൻ അർഹനല്ല. മരിക്കാൻ ഭയമില്ലാത്ത മുസ്ലിമെ ജീവിക്കാൻ അർഹനാവുകയുള്ളൂ. ഭീരുവായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ധീരനായി മരണത്തെ ഏറ്റുവാങ്ങല. അത് മുസ്ലിം സമുദായം പഠിക്കണം. അത് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് മരണഭയം. അതുകൊണ്ട് മരണത്തെ ഭയമായിരുന്നു അവർക്ക്. ഇന്ന് നമുക്കും മരണത്തെ ഭയം. മരിക്കാൻ പേടിയാണ്. മരിക്കാൻ പേടിയാണെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊറോണ വന്നപ്പോൾ ആശുപത്രിയിൽ പോകേണ്ടി വന്നില്ല കുറേയേറെ മുസ്ലിങ്ങൾ. കാരണം അതിനേക്കാൾ വലിയ മരണം കൊറോണയാണെങ്കിൽ പിന്നെ ഈ മരണം എന്ത്? അവിടെ രോഗമില്ല, വയറ്റുനോവ് പിടിച്ചാലും കുഴപ്പമില്ല, പനി വന്നാലും കുഴപ്പമില്ല, ഓപ്പറേഷൻ വേണ്ട, എല്ലാ ആശുപത്രിയും കുറെ മാസങ്ങളായി വരുമാനമില്ലാതിരിക്കുക. മരണഭയം ഏറ്റവും പിടികൂടിയ മുസ്ലിം സമുദായമാണ് ഇന്നത്തെ മുസ്ലിം സമുദായം. അതുകൊണ്ട് മരിക്കാൻ പേടിയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ അർഹതയുണ്ടാവില്ല. ഇവിടെ സംഭവിച്ചതാ. ഇവര് ഈ മൂസ നബിയുടെ കൂടെ നില. ആരാണ് ഈ മൂസ? വടിയുള്ള മൂസ, പ്രവാചകനായ മൂസ, ഫിറൗനോട് സംസാരിക്കുന്ന മൂസ. ഫിറൗന്റെ മുഖത്ത് നോക്കി അനർസൽമായ ബനി ഇസ്രായേൽ വലാ തഅസിബുഹും, ബനി ഇസ്രായേൽ സമുദായത്തെ നീ തൊടരുത്, എന്റെ കൂടെ വിടണോ എന്ന് പറഞ്ഞ മൂസ. അതൊരു പ്രവാചകന്റെ ആർജവത്തിന്റെ ശബ്ദമാണ്, കരുത്തിന്റെ ശബ്ദമാണ്. ആ പ്രവാചകന്റെ അടുത്ത് ആയുധമൊന്നുമില്ല, വലിയ വൻ തോക്കുകളോ പീരങ്കികളോ ഇല്ല. ഉള്ളത് വിശ്വാസവും തമ്പുരാന്റെ പിന്തുണയുമാണ്. അങ്ങനെ ഫിറൗന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന മൂസ കൂടെ ഉണ്ടായിട്ടും ഇതെല്ലാം കൃത്യമായിട്ട് കണ്ണുകൾ തെളിഞ്ഞു കണ്ടിട്ടും പേടി കൊണ്ട് മൂസയുടെ കൂടെ നിൽക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ജാതി മുസ്ലിമീങ്ങൾ അവർ അനുഭവിച്ചല്ലേ മതിയാവൂ. അവർ അനുഭവിച്ചില്ലെങ്കിലല്ലേ അത്ഭുതം സംഭവിക്കൂ. അവർ അനുഭവിക്കുന്നത് അത്ഭുതമേ അല്ല. അതല്ലേ ഇസ്ലാമിന്റെ രീതിശാസ്ത്രം. അതുകൊണ്ട് ഫിറൗനും അവരുടെ ആളുകളും
അവർ മൂസാ നബിയുടെ കൂടെ നിന്നില്ല. ഒരു കൂട്ടം ചെറുപ്പക്കാർ മാത്രമേ നിന്നുള്ളൂ. വൈന ഫിറഔന ലആലിൻ ഫിൽ അർദ്, അതുകൊണ്ട് തന്നെ ഫിർഔൻ ഭൂമിയിൽ ഔദത്യം പ്രഖ്യാപിച്ചു. അവരെങ്ങനെ അജീയനായി? എന്തുകൊണ്ട് അജീയനായി? നിങ്ങളൊന്നും കൊള്ളാത്തവരായതുകൊണ്ട്. പിന്നെയും ഫിറഔന ലആലിൻ ഫിൽ അർദ്, ഭൂമിയിൽ അവരെ അജീയനായി നിന്നു. കാരണം എന്താ? നിങ്ങൾ തന്നെ. എങ്ങനെ സംഭവിച്ചു? നിങ്ങൾ കാരണം സംഭവിച്ചു അല്ല. ഇവർ ഭീരുക്കളായിരുന്നു, പേടിയായിരുന്നു, താല്പര്യങ്ങളുണ്ട് അവർക്ക്. അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ, അവരുടെ ജീവന പേടി, അവരുടെ കുഴപ്പത്തിലാകുന്ന പേടി. അത് ഒറ്റുകാരുടെ എണ്ണം കൂടി വന്നു ആ സമുദായത്തിൽ. നമ്മുടെ കാലഘട്ടത്തിൽ ഒറ്റുകാരുടെ എണ്ണം കൂടി വരും. മതപണ്ഡിതന്മാർ ഒറ്റുകാരായിട്ട് മാറും. രാഷ്ട്രീയന്മാർ കപ്പ കൊടുത്തുകൊണ്ടേയിരിക്കും. വർഷാവർഷം കോടികൾ കൊടുത്തുകൊണ്ടിരിക്കും ഭാഷ സംവിധാനത്തിന്. മതനേതാക്കന്മാരിങ്ങനെ ചാടും ചെരിഞ്ഞും ഒക്കെ ചെരിച്ചു വെച്ച് സംസാരിക്കും. ഇപ്പോൾ നാവിൽ ഒരു സ്ലാങ് വ്യത്യാസം വന്നിരിക്കുന്നു. ബിസിനസ്സുകാരൻ കോടികൾ കൊടുത്തുകൊണ്ടിരിക്കും. കാരണം അവനവന്റെ ബിസിനസ് ആളുകൾ ഈ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമോ എന്ന് പേടിച്ചിട്ടും മരണഭയക്കാരവർ മൂസയുടെ കൊടുക്കുന്നില്ല. വൈനഹുലൽ മുസ്രിഫീൻ, അതുകൊണ്ട് തന്നെ മൂസ അലൈഹിസ്സലാം കാലഘട്ടത്തിലെ ഈ ഫിറഔൻ കൂടുതൽ കൂടുതൽ അതിക്രമം ചെയ്തുകൊണ്ടിരുന്നു. സഹോദരന്മാരെ, വിശ്വാസികളായി കൂടെ നിൽക്കേണ്ടുന്ന ഒരു ജനത, മുസ്ലിം സമുദായം, ഒരു മഹാപ്രവാചകനെ കൂടെ കിട്ടിയിട്ടും വിശ്വാസികളായി കൂടെ നിൽക്കാൻ തയ്യാറായില്ല. അത്രയും ദൗർബല്യം, അത്രയും വിശ്വാസരാഹിത്യം, അത്രയും നാമമാത്ര ഇസ്ലാം, അതിനപ്പുറത്ത് കാമും കഴമുമില്ലാത്ത ഒരു കൂട്ടർ. അങ്ങനെ ഒരു ജനത ആയിത്തീർന്നാൽ ഈ ജനത ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുമെന്ന പാഠമാണ് ഖുർആനിൽ പഠിപ്പിക്കുന്നത്. അതേസമയം നേരത്തെ നിങ്ങൾ ആ പറയുന്ന മായാജാലക്കാരെ നോക്കൂ. അവർ ഈ അടുത്ത വിശ്വാസികളായ ആ വിശ്വാസികളായ ജനത എത്രമേൽ കൃത്യമായ വർത്തമാനമാണ് പറഞ്ഞത്. അവിടെ മുഖത്ത് നോക്കിയിട്ട് ഫിറൗൻ പറഞ്ഞ വർത്തമാനം സൂറ ത്വാഹയിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഖാല, ഫിറൗൻ അവരോട് പറഞ്ഞു, ആമൻതു ലഹു ഖബ്ല അൻ ആദന ലക്കും, ഞാൻ നിങ്ങൾക്ക് അനുമതി തരുന്നതിന് മുമ്പ് നിങ്ങൾ മൂസയെ വിശ്വസിച്ചു അല്ലേ? ഇന്നഹു ലകബീറുകും അല്ലദീ അല്ലമകും സിഹർ, അവൻ നിങ്ങളെ മായാജാലം പഠിപ്പിച്ച വലിയ ഉസ്താദാണല്ലേ എന്നാണ്. മൂസ നബി പഠിപ്പിച്ചിട്ടില്ല. മൂസ നബി മദീനയിൽ വരുന്ന വഴിയാ. 10 കൊല്ലം അവിടെ മദീനയിൽ നാട് വിട്ടു പോയതാ. അവിടുന്ന് വരുമ്പോഴാ സീനയിൽ നിന്ന് നുബുവത്ത് കിട്ടിയത്. അങ്ങനെ വരികയാണ്. വന്നിട്ട് നേരെ കൊട്ടാരത്തിലേക്കാ. അവിടെ വെച്ചാണ് ഡേറ്റ് തീരുമാനിക്കുന്നത്. പിന്നെ മൈതാനത്തിലാണ്. അവിടെ വെച്ചാണ് ഈ പ്രകടനം നടക്കുന്നത്. അവിടെയാണ് മായാജാലക്കാർ തോറ്റുപോയത്. അവിടെ വെച്ചാൽ ഇസ്ലാം സ്വീകരിച്ചു. അപ്പോഴും മിച്ചങ്ങൾ എന്താ പറയുന്നത്? അവൻ പറഞ്ഞു, അത് കൊള്ളാം, നിങ്ങളെ വിശ്വസിച്ച് ഞാൻ നിങ്ങളെ പ്രകടനത്തിന് വിളിച്ചതാ. ഇപ്പൊ നോക്കുമ്പോ നിങ്ങളെ ഉസ്താദ് അവനാണല്ലേ, അവൻ നിങ്ങളെ സിരി പഠിപ്പിച്ചതാണല്ലേ. നിങ്ങളുടെ കൈകാൽ വിപരീതമായി ഞാൻ ഛേദിക്കും. നിങ്ങളെ കുരിശിലേക്കും ഏറ്റവും നന്നായി ശിക്ഷിക്കാൻ, കടുത്ത ശിക്ഷ നൽകാൻ ആർക്കാണ് കഴിയാന്ന് ലോകം അറിയട്ടെ എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. ഈ കാലം എന്താ പറയുന്നത്? ഇവിടെയാണ് താരതമ്യം വരുന്നത്. പാരമ്പര്യമായി ഇസ്ലാം ജീവിക്കുന്നവരെ നിങ്ങളാണോ വിശ്വാസികൾ, അതോ ഇസ്ലാമിനെ അറിയുന്ന പുതുവിശ്വാസികളാണോ വിശ്വാസികൾ എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്നാണ്. ആ തീരുമാനത്തിൽ അവിടെ വർത്തമാനത്തെ ഖുർആൻ എടുത്തുതരിക്കുന്ന ആലോചിച്ച് നോക്കുന്ന ഒരു കൂട്ടർ ഇന്നലെ ഇസ്ലാമിലേക്ക് വന്നവർ, അവർക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനവും അംഗീകാരം അവരുടെ വർത്തമാനം നിങ്ങൾ പഠിക്കുക. അവർ പറഞ്ഞു, ഞങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ ഞങ്ങളുടെ മുമ്പിൽ കൃത്യമായ തെളിവുകൾ നൽകിയിരിക്കെ ആ ദൃഷ്ടാന്തങ്ങൾക്ക് അപ്പുറത്തും വചനങ്ങൾക്ക് അപ്പുറത്തും നിനക്ക് മുൻഗണന നൽകാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് പറ്റില്ലോ നിന്നെ പരിഗണിക്കാൻ എന്ന് ഫിറഔന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ ഈ ആളുകൾ. അവിടുത്തെ മുസ്ലിം സമുദായത്തിന് പറ്റിയില്ല. ഞങ്ങൾക്ക് മൂസാ നബിയെ കിട്ടിയിരിക്കുന്നു, ഞങ്ങളുടെ വിമോചനം വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് മതിയായ തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലൂടെ. നിന്റെ ആളുകൾ പരാജയപ്പെട്ടില്ലേ, അതുകൊണ്ട് ഇനി നിന്നെ ഞങ്ങൾ വകവെക്കില്ല എന്ന് പറയാൻ മുസ്ലിമീങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ഇവർക്ക് പറ്റി. ഇവരൊന്നും പരിഗണിക്കില്ല. നിന്നെ പരിഗണിക്കുകയില്ല. ഞങ്ങൾ പരിഗണിക്കേണ്ടതോടെ കിട്ടിയിരിക്കുന്നു, ഞങ്ങൾ അതിന്റെ കൂടെയാണ്. അതുകൊണ്ട് നീ വിധിക്കുന്നത് പോലെ വിധിച്ചോ. ഈ ലോകത്ത് മാത്രമേ നിനക്ക് വിധിക്കാൻ പറ്റും. ഞങ്ങൾ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. ആ റബ്ബ് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരും. ഈ സിഹർ ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിച്ച നീ കാരണം സംഭവിച്ച തെറ്റും പുറത്തു തരുമെന്നാണ്. ഇവിടെ എത്തി വർത്താനം. ഇന്നലെ വരെ സിഹർ അവിടുത്തെ ഏറ്റവും വലിയ നാഷണൽ ആർട്ടായിരുന്നു.
ദേശീയ കലാരൂപമായിരുന്നു സിഹിർ. ഈജിപ്തിലെ ദേശീയ കലാരൂപം സിഹ്റാണ്. ഒരുപാട് വലിയ വലിയ മായാജാലക്കാർ, അവർക്കാണ് സമ്മാനം കൊടുക്കുക, അവരാണ് കൊട്ടാര വിദൂഷകന്മാർ, അവർക്കാണ് അവാർഡുകൾ, പത്മഭൂഷൺ, പത്മശ്രീ ഒക്കെ. അങ്ങനെ ഒരു നാടിന്റെ ദേശീയ കലാരൂപമായി വാഴ്ത്തപ്പെട്ട സിഹിറിനെ കുറിച്ച് വിശ്വാസം സ്വീകരിച്ച ഇക്കൂട്ടർ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരും. നീ ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിച്ചില്ലേ? ഈ സിഹിർ ചെയ്യാൻ, മായാജാലം ചെയ്യാൻ, മാരണം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിച്ചില്ലേ? ആ തെറ്റും അല്ല പുറത്തു തരുമല്ല. അതാണ് സിഹിറിനെ കുറിച്ച് വിശ്വാസം നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷേ ഈ സിഹിർ ചെയ്യുന്ന ഉസ്താദന്മാരെ നമുക്ക് ഇഷ്ടപ്പെട്ടവരാട്ടോ. ഈ സിഹിർ ജീവിക്കുന്ന ഉസ്താദന്മാരെ പിന്നാലെ നടക്കുന്നവരെ മുസ്ലിങ്ങളുണ്ട്. അവിടെയാണ് ഇസ്ലാം എവിടെയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സിഹിറിൽ ജീവിക്കുന്ന, സിഹിറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, അങ്ങനെ കോഴിമുട്ടയുടെ തോടിലും കുപ്പിയിലും ഗ്ലാസിലും ഒക്കെ ആയിട്ട് വീട്ടിന്റെ ഉമ്മറത്തും തൊടിയിൽ കൊണ്ടുവന്ന് കുഴിച്ചിരുന്നവർ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ജീവിക്കുന്ന മഹലിൽ വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതാണ് സിഹിർ. ആ സിഹിർ നിഷേധിക്കുക. ഇന്നലെ വരെ സിഹിർ നടത്തിയിരുന്ന ഈ ആളുകൾ, അതാണ് ഈമാൻ. എവിടെയുണ്ട് ഈമാൻ? എവിടെയുണ്ട് ഇസ്ലാം? നിങ്ങൾ പഠിക്കണം ഇവിടെന്നാ. അതുകൊണ്ട് ഈ സിഹിർ ചെയ്യാൻ നീ ഞങ്ങളെ നിർബന്ധിച്ചില്ലേ? ആ തെറ്റിൽ ഞങ്ങൾക്ക് പുറത്തു തരും. അള്ളയാണ് ഏറ്റവും മഹോന്നതൻ, ഉത്തമൻ, ശ്രേഷ്ഠൻ എന്ന് അവശേഷിക്കുന്നത് നീയല്ല എന്ന മറുപടിയാണ്. ഞാനാണ് ഏറ്റവും ശിക്ഷിക്കാൻ പറഞ്ഞില്ലേ അവൻ, അതിന് മറുപടി നീയല്ല, അള്ളയാണ്. അവനാണ് അബുക്ക. ആ റബ്ബുണ്ടല്ലോ, അവന്റെ അടുത്തുള്ള കുറ്റവാളിയായിട്ട് വന്നാൽ അവൻ നരകമാണ് വിധി. നരകത്തിൽ അവൻ ജീവിക്കുകയില്ല, മരിക്കുകയുമില്ല. നിങ്ങൾക്ക് ഈ പ്രസംഗം കേട്ടപ്പോൾ മൂസാ നബി പ്രസംഗിക്കാൻ തോന്നിയോ? ഇത് മൂസാ നബിയല്ല പ്രസംഗിക്കുന്നത്, ഇത് കഴിഞ്ഞ നിമിഷം ഇസ്ലാം സ്വീകരിച്ച ആൾ പ്രസംഗിക്കാം. കഴിഞ്ഞ നിമിഷം ഇസ്ലാം സ്വീകരിച്ച ആ സാഹിബികളെ പ്രസംഗിക്കാം. അവർക്ക് ഇസ്ലാം പ്രഖ്യാപിക്കാൻ വഹിയുടെ കാര്യമില്ല. ഇതാണ് ഇസ്ലാം. അപ്പോൾ പലപ്പോഴും പാരമ്പര്യ മുസ്ലിങ്ങൾ പരാജയപ്പെടുകയും പുതു മുസ്ലിങ്ങൾ ജയിക്കുകയും ചെയ്യുന്നു. ലോകത്ത് അങ്ങനെയാണ്. അങ്ങനെ കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ. മതേതര ഭരണകൂടം ഭരിക്കുന്ന കേരളത്തിൽ ആദ്യ പെൺകുട്ടി മാസങ്ങളോളം ഫാഷിസ്റ്റ് സംവിധാനത്തിന് നടത്തിപ്പുകാരായ പോലീസുകാരുടെ കീഴിൽ ഒരുപാട് മസ്തിഷ്ക പ്രശ്നത്തിന് വിധേയമാക്കപ്പെടാൻ നടത്തിയ ശ്രമത്തിനൊടുവിൽ അത്ഭുതകരമായി എഴുന്നേറ്റിരുന്നില്ലേ? ഇസ്ലാമിനെ പറഞ്ഞുകൊണ്ട് അത് പുതു മുസ്ലിങ്ങളാണ്. അവർ ഇസ്ലാമായിട്ട് ജീവിക്കുന്നില്ലേ? ആരെല്ലാമാണ് അവർ പരാജയപ്പെടുത്തിയത്? കേരളത്തിന്റെ ചരിത്രം എഴുതി വെക്കുമ്പോ ഇത് എഴുതി വെക്കാതിരിക്കാൻ പറ്റുമോ? മൂസയുടെ കാലത്ത് ചരിത്രം എഴുതി വെച്ചപ്പോ ഇത് എഴുതി വെക്കാതിരിക്കാൻ തമ്പുരാന് പറ്റിയോ? അതുകൊണ്ട് പാരമ്പര്യ മുസ്ലിങ്ങളെ നാണിക്കുക, ലജ്ജിക്കുക, നിങ്ങൾ മുസ്ലിങ്ങളാവുക എന്ന് ഞാൻ എന്നോട് ആദ്യമായി നിങ്ങളോട് പറയാം. അതുകൊണ്ട് ഈ കാണുന്നതിനപ്പുറത്ത് പഠിക്കണം, പഠിച്ചേ പറ്റൂ. ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വീരന്തായിട്ട് ജീവിക്കും. തട്ടാനുള്ളിലെ മുയൽ ഓരോ നേട്ടങ്ങൾക്കും പേടിച്ച് ചാടിക്കൊണ്ടിരിക്കുന്നത് പോലെ ഇന്ത്യൻ അവസ്ഥയിലെ ഫാഷിസ്റ്റ് നിർത്താൻ അന്തരീക്ഷത്തിൽ അരയടിയായി വരുന്ന ഓരോ നേട്ടത്തിൽ നിങ്ങൾ പേടിച്ച് പേടിച്ച് മരിച്ചുകൊണ്ടിരിക്കും. വീരു 1000 തവണ മരിക്കും, ധീരത ഒരിക്കൽ മാത്രമേ മരിക്കൂ. ആ ധീരത ഇസ്ലാമാണ് നമുക്ക് നേരിടേണ്ടത്. ആ ധീരതയുടെ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്നത്. മരണത്തെ ഭയപ്പെടേണ്ടതില്ല. മരണം സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുകയാണ്. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടാതെ ജീവിതത്തെ പിടിക്കാനും ഇസ്ലാമിന് വേണ്ടി ജീവിക്കാനും കഴിയുന്നിടത്താണ് വിശ്വാസം ഉണ്ടാവുക എന്ന പാഠം അവിടെ എത്ര സുന്ദരമായിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെയും ഈ മാനജാലക്കാർ പ്രസംഗിക്കുക, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾ മുഅ്മിനായിട്ട് വിശ്വാസിയായിട്ട് വരുന്നു എങ്കിൽ, അത് അമില സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു എങ്കിൽ, അവർക്ക് ഏറ്റവും ഉന്നതമായ പദവിയാണ് കൊടുക്കുക. ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗം അവർക്കുള്ളതാണ്. വദാലിക ജസാഉ മൻ തസദ്ദഖ. തസ്കീത് നേടിയവർക്ക് ആ സമ്മാനം കിട്ടും. തസ്കീത് നേടിയവർക്ക് ആ സമ്മാനം കിട്ടും. മുസ്ലിം കുടുംബത്തിൽ ജീവിച്ചതുകൊണ്ടായില്ല, തക്ബീറും തഹ്ലീലും ഒക്കെ എണ്ണം തെറ്റിയതുകൊണ്ടായില്ല, നമസ്കാരവും പള്ളിയും ഒക്കെ ഉണ്ടായതുകൊണ്ടുമായില്ല. ഇസ്ലാം അതിനപ്പുറത്ത് ഒന്നാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ആ പാഠത്തെയാണ് പാരമ്പര്യ മുസ്ലിമീങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ മഹാഭൂരിപക്ഷം പാരമ്പര്യ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇന്ത്യൻ അവസ്ഥയിൽ കാലഘട്ടത്തിലെ ചരിത്രത്തിലൂടെ അള്ളാഹു ഉയർത്തും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ ഉൾക്കൊള്ളുക, വിശ്വാസം ഉറപ്പിക്കുക, മരണത്തെ സ്നേഹിക്കുക, ആർജവത്തോടെ ജീവിക്കാൻ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരും ദാസിമാരും
നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസു ഉസീകും സാനിയ ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനിയായ സഹോദരങ്ങളെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. മുഹറം മാസത്തിലെ 9-10 ദിനങ്ങൾ സവിശേഷമായ നോമ്പുള്ള ദിനങ്ങളാണെന്ന കാര്യം നമുക്കറിയാം. ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് മുസ്ലിം ഉദ്ധരിക്കുന്നു. അഫ്ദലു സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ മാസത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അല്ലാഹുവിന്റെ മാസമാകുന്ന മുഹറമിന്റെ നോമ്പാണ്. ആശൂറ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപങ്ങൾ അതിന് പേര് കൊടുക്കുന്നു. ഈ മാസം 9-10 ആശുറ ആശുറ 9-10 വിശേഷമായി ശ്രദ്ധിക്കണമെന്ന് വിനയപുരസരം നടത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. നമ്മിൽ മരിച്ചുപോയവർക്ക് അല്ലാഹു മർഹം നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധി നിന്നുണ്ടാകുന്ന കരകയറ്റത്തിനുമാറാവട്ടെ. ഈ മഹാമാരിയുടെ കുറ്റത്തിൽ നിന്നുണ്ടാകുന്നതിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أعز الإسلام والمسلمين وأذل النفاق والمنافقين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.